ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു കാരണത്താലും നിന്നെ മാറ്റി നിർത്തുന്നില്ല. ആത്മീയ കൂട്ടായ്മയിൽ നിന്നെ പങ്കെടുക്കാതെ എന്തെങ്കിലും ചെറിയതും വലിയതും കാരണം പറഞ്ഞ് നിന്നിൽ നിന്ന് പിശാച് ചിന്തകളെ കൊണ്ടിട്ട് നിന്നെ അകത്തുനിന്നെങ്കിൽ നീ ചിന്തിച്ചോണം, പിശാച് നിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഏതേ തോട്ടം എന്നുള്ളത് ദൈവത്തിന്റെ കൂട്ടായ്മ, ഫെലോഷിപ്പ് സ്ഥലമാണ്. പിശാച് മുടക്കിയത് ഈ ഫെലോഷിപ്പിൽ നിന്ന് ഇവര് പുറത്തു പോകണം, സഭയ്ക്കകത്ത് നിന്ന് പുറത്തു പോകണം, തോട്ടത്തിനകത്ത് നിന്ന് പുറത്തു പോകണം. അങ്ങനെയാണെങ്കിൽ ആദ്യം നീ എന്ത് ചെയ്യണം? നീ ദൈവത്തെ പോലെയാകും. നിനക്ക് ദൈവത്തെ പോലെ പരിജ്ഞാനമുണ്ട്, നീ കഴിവുള്ളവനാണ്, തികവുള്ളവനാണ്. പിന്നെ എന്തിനാ ഈ തോട്ടം? എന്തിനാണ് ഈ ദൈവത്തെ കാത്ത് നീ വൈകിട്ട് വരെ ഇവിടെ ഇരിക്കണം? വെയിലാറുന്നവരെ എന്തിനാ നീ ദൈവത്തെ കാത്ത് നിൽക്കണം? ഇത് തിന്നാ മതി, നീ ദൈവത്തെ പോലെയാകും. നിനക്ക് ആരാധനയുടെ ആവശ്യം ഇല്ല, കൂട്ടായ്മയുടെ ആവശ്യം ഇല്ല, പ്രാർത്ഥനയുടെ ആവശ്യമില്ല, വചനധ്യാനത്തിന്റെ ആവശ്യമില്ല. നീ ദൈവത്തെ പോലെയാകും, നീ ദൈവത്തെ പോലെയാണ്. നീ തോട്ടം വിട്ട് വെളിയിൽ പോകും. പിശാചിന്റെ തന്ത്രം നിന്റെ കൂട്ടായ്മയിൽ നിന്ന് തകർക്കുക, നിന്നെ പുറത്താക്കുക, അവൻ നിന്നെ ശാപഗ്രസ്തനാക്കുക. ആരാധന ഒരുത്തന്റെ ജീവിതത്തിൽ, കൂട്ടായ്മ സഭായോഗത്തിൽ ഒരുത്തൻ ഇല്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനായിട്ടാണ് നിൽക്കുന്നത്. അവൻ ദൈവമല്ല ശപിക്കുന്നത്, അവൻ ശാപത്തെ വിലയ്ക്ക് വാങ്ങി പോവുക. അതുകൊണ്ട്